ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ കറുത്ത എണ്ണ പെയ്യുന്നു. തെരുവുകളിലൂടെ പായുന്ന ക്രൂഡ് ഓയിൽ ജ്വാലകൾ. എണ്ണ ഡിപ്പോകളിൽ നിന്ന് ഉയരുന്ന കറുത്ത കട്ടിപ്പുക കിലോമീറ്ററുകളോളം ഒഴുകിപ്പരക്കുന്നു. ആഗോള എണ്ണ വിതരണത്തിന്റെ 21% കൈകാര്യം ചെയ്തിരുന്ന ഹോർമുസ് കടലിടുക്ക് കുഴിബോംബുകളും കപ്പൽ വേദ മിസൈലുകളും കൊണ്ട് അടയ്ക്കുകയാണ് ഇറാൻ. കടലിടുക്കിൽ കുഴിബോംബ് നിരത്തുന്ന 16 ഇറാൻ ബോട്ടുകൾ തകർന്നെന്ന് അമേരിക്ക വീമ്പിളക്കുന്നുണ്ട് എങ്കിലും അത് മതിയാവുമെന്ന് തോന്നുന്നില്ല. ഇരുപക്ഷത്തും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള കടുത്ത വ്യോമാക്രമണങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കുകയാണ് ഇറാൻ സേന. ഇറാനിലെ സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും മിസൈൽ ശേഖരങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമാണ് ലക്ഷ്യമെന്ന് അമേരിക്കൻ ഇസ്രയേലി സർക്കാരുകൾ പറയുന്നുണ്ട്. പക്ഷേ ആക്രമിക്കപ്പെട്ടവയിൽ 10,000-ത്തിലധികം സിവിലിയൻ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നും 1,300-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നും ഇറാൻ പറയുന്നു. ആദ്യ ദിനം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പദവിയിലേക്ക് മകൻ അയത്തുള്ള മുജ്തബ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇറാന്റെ തിരിച്ചടി കൂടുതൽ ശക്തമാവുകയാണ്. ഇസ്രയേൽ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവിലെ ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രം തകർത്തിരുന്നു. മേലിൽ 1 ടൺ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന മിസൈലുകൾ മാത്രമേ ശത്രുക്കളുടെ നേർക്ക് തൊടുക്കൂ എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു. ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ അമേരിക്കൻ നയതന്ത്ര കേന്ദ്രത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ ആക്രമണം നടന്നു. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പോർ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ താവളങ്ങളിലേക്ക് മാറ്റുന്നു. ഗൾഫിലെ വ്യോമ പ്രതിരോധത്തിനുള്ള റഡാർ സംവിധാനങ്ങൾ ഭാഗികമായി തകർക്കപ്പെടുന്നു. മേഖലയിലാകെ പരിഭ്രാന്തിയിലാണ്. ഇസ്രായേലിന് ശക്തമായിട്ടുള്ള മിസൈൽ ഡ്രോൺ പ്രതിരോധ കവചം ഉണ്ട് എങ്കിലും അവയുടെ ചെറുക്കാനുള്ള ശേഷിക്ക് പരിധിയുണ്ട്. മിസൈലുകൾ ഒരെണ്ണം കവചം ഭേദിച്ചാൽ തന്നെ കനത്ത നാശനഷ്ടമുണ്ടാകും. ഇറാനിൽ ഡ്രോൺ നിർമ്മാണം കുടിൽ വ്യവസായം പോലെ വലിയ തോതിലാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. എത്ര തന്നെ വ്യോമാക്രമണം നടത്തിയാലും ഡ്രോൺ നിർമ്മാണത്തെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമാവില്ല. അതേസമയം തന്നെ അമേരിക്കയുടെ കൈവശമുള്ള മിസൈൽ ഡ്രോൺ ശേഖരം അതിവേഗം കുറയുകയാണ്. ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ച് ഡ്രോണുകളെ ചെറുക്കാൻ സഹായിക്കാമെന്ന് ഏറ്റതായിട്ട് പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത് അമേരിക്ക പെട്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ വലിപ്പത്തിന്റെ സൂചനയാണ്. ഇറാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് റഷ്യയും ചൈനയും പരോക്ഷ പിന്തുണ നൽകുന്നതായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി, ഇറാനെ സഹായിക്കരുതെന്ന്. റഷ്യയും ദേഷ്യത്തിലാണ്. തങ്ങളുടെ ഇസ്ഫഹാനിലെ കോൺസുലേറ്റ് ആക്രമണം തകർത്തതിലും ജീവനക്കാർക്ക് പരിക്ക് പറ്റിയതിലും. ഇനി യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിലൊന്നിലാണ് ടെഹ്റാനിലെ ഒരു സ്കൂളിൽ നടന്ന ബോംബാക്രമണത്തിൽ 170 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത്. ആദ്യമൊക്കെ അതിന്റെ ഉത്തരവാദിത്തം ഇറാന്റെ തന്നെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കി അമേരിക്കൻ ഭരണകൂടം. ഇസ്രയേലി അധികൃതരും അതിന് കൂട്ടുനിന്നു. ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു സ്കൂൾ നശിപ്പിച്ചത് അമേരിക്കൻ ടോമോഹോക്ക് മിസൈൽ ആയിരുന്നു എന്ന്. അമേരിക്കൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. കുട്ടികളുടെ കൂട്ട കുഴിമാടങ്ങളും അവരുടെ ഉറ്റവരുടെ വിലാപങ്ങളും ലോക മനസാക്ഷിയെ പിടിച്ചുകുലുക്കി. ഈ ദുരന്തം ഇറാനിയൻ ദൃഢനിശ്ചയത്തെ കൂടുതൽ കടുപ്പിച്ചു. യുദ്ധത്തിനെതിരായിട്ടുള്ള ആഗോള വികാരത്തിന് ശക്തി കൂട്ടി. കരയുദ്ധത്തിന് അമേരിക്ക പട്ടാളക്കാരെ ഇറക്കാൻ ആലോചിക്കുന്നതായിട്ടുള്ള വാർത്തകൾ രാജ്യത്ത് ശക്തമായ പ്രതിഷേധത്തിന് വഴിവെക്കുകയാണ്. ദശകങ്ങളുടെ മനുഷ്യാധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ നേട്ടങ്ങൾ നോക്കി നിൽക്കെ കത്തിച്ചാമ്പലാവുമ്പോൾ ഭക്ഷണവും കിടപ്പാടവും ഉറക്കവും കുടിവെള്ളവും ശുദ്ധവായുവുമെല്ലാം ആഡംബരമാവുമ്പോൾ അതിജീവനം തന്നെ ഭാഗ്യക്കുറിയാവുമ്പോൾ യുദ്ധത്തിന് അന്ത്യമുണ്ടാവുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 30 രാജ്യങ്ങളെ യുദ്ധം നേരിട്ട് ബാധിച്ചു കഴിഞ്ഞു. ഇന്ധന വിലക്കയറ്റവും ക്ഷാമവും ലോകത്തെ ആകമാനം ഭയപ്പെടുത്തുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധവിരാമം വളരെ ദൂരെയാണെന്ന് തോന്നുന്നു. എന്നാൽ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധങ്ങൾ പോലും അന്ത്യമുണ്ടാകുമെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. യുദ്ധവിരാമം സാധ്യമാണോ എന്നല്ല, ആഗോള സമ്പദ് വ്യവസ്ഥ പൊട്ടിത്തരിപ്പണമാകും മുമ്പ് അതെത്തുമോ എന്നതാണ് ചോദ്യം. ഒരു നിസാര തകരാറിന് ലോകം നൽകുന്ന വില ഇതാണ്. അനന്ത യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അധികാരത്തിലേറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യപൂർവേഷ്യ വലിയൊരു യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. യുദ്ധം 12ാം ദിനം എത്തുമ്പോൾ അടുത്തെങ്ങും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത ലോകം കാണുന്നില്ല. ട്രംപ് ഒരു ചാനലിനോട് പറഞ്ഞത് ഇത് ഒരു നിസാര തകരാർ മാത്രമാണെന്നാണ്. ഞങ്ങൾക്ക് കുറച്ച് വഴിമാറി പോകേണ്ടി വന്നു. എന്താണ് സംഭവിക്കുകയെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് 2 മണിക്കൂർ ഫോൺ സംഭാഷണം നടത്തിയ ശേഷം ട്രംപ് യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങൾ ഇളവ് വരുത്താൻ പുടിൻ ട്രംപിനെ വിരട്ടി എന്നുവരെ അഭ്യൂഹമുണ്ട്. US പെട്രോൾ വില
16% ഉയർന്നതിനെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമുള്ള വളരെ ചെറിയൊരു വില എന്ന് നിസാരവൽക്കരിച്ച അദ്ദേഹം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് തമാശ പറഞ്ഞു. മിക്കവാറുമുള്ള നിബന്ധനകൾക്ക് ഇറാൻ വഴങ്ങിയ ശേഷം അവരെ ആക്രമിക്കാൻ തീരുമാനിച്ച ട്രംപിന്റെ തീരുമാനം വരും വാരായികൾക്ക് വേണ്ടത്ര ആലോചിക്കാതെയാണെന്നുള്ള ആരോപണം ശക്തമാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിഫ് ബാബ് അമേരിക്കയും ഇസ്രയേലുമായിട്ടുള്ള സമാധാന ചർച്ച നടത്തി ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളി. അക്രമി ഒരു പാഠം പഠിപ്പിക്കണം, ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ മേധാവിത്വം നിലനിർത്താൻ ഇസ്രയേൽ യുദ്ധം, സമാധാന ചർച്ച, വെടിനിർത്തൽ, വീണ്ടും യുദ്ധം എന്ന ക്രമം ആവർത്തിച്ചു വരികയാണെന്നും ഈ ഒരു ആവർത്തന ചക്രം ഇറാൻ അവസാനിപ്പിക്കുമെന്നും ഗാലിബാബ് വ്യക്തമാക്കി. നിലവിലെ ചർച്ച വ്യവസ്ഥകൾ കീഴടങ്ങലിന് തുല്യമാണെന്നും മേലിൽ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ കടുത്ത ശിക്ഷ നൽകുന്നതിനാണ് മുൻഗണനയെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. നേരത്തെ തുർക്കി, റഷ്യ, ചൈന എന്നിവർക്ക് അണിയറ ചർച്ചകൾക്ക് സമീപിച്ചതായും സന്ധിയുണ്ടാക്കാൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ടും അവർ തള്ളിക്കളഞ്ഞതായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വെളിപ്പെടുത്തിയിരുന്നു. ഉറപ്പായ സുരക്ഷാ ഗ്യാരണ്ടിയോടെ ഇറാൻ ഇസ്രയേൽ സംഭാഷണം തലസ്ഥാനമായിട്ടുള്ള അങ്കാറയിൽ നടത്താമെന്ന് തുർക്കി വാഗ്ദാനം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് സമീപം ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിൽ സംഘർഷം മരവിപ്പിക്കാമെന്നും റഷ്യൻ, ചൈനീസ് നാവികസേനകളുടെ സഹായത്തോടെ ഘട്ടം ഘട്ടമായി കടലിടുക്ക് തുറക്കാമെന്നും റഷ്യ വാഗ്ദാനം ചെയ്തു. വലിയ തോതിൽ ഉപരോധങ്ങൾ ഇളവ് വരുത്തുകയും തകർന്ന എണ്ണ ടെർമിനലുകളും ഉപ്പുവെള്ളവും ശുദ്ധീകരണ പദ്ധതികളും നന്നാക്കാൻ ശതകോടിക്കണക്കിന് ഡോളറുകളുടെ പുനർനിർമ്മാണ ഫണ്ട് നൽകും എന്നും ചൈന പറഞ്ഞിട്ടുണ്ട്. 3 വാഗ്ദാനങ്ങളും പൂർണ്ണമായി നിരസിക്കപ്പെട്ടു. തെളിയാത്ത രക്ഷാമാർഗമാണ് ഇനിയുള്ളത്. ഫെബ്രുവരി 28-ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചപ്പോൾ പരിമിതവും പ്രതിരോധാത്മകവുമായിട്ടുള്ള ആക്രമണമായാണ് അതിനെ ട്രംപ് അവതരിപ്പിച്ചത്. ആദ്യ പ്രസ്താവനകളിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു: ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള അടിയന്തര ഭീഷണി ഇല്ലാതാക്കുക, ഇറാൻ ആണവായുധം നേടുന്നത് തടയുക, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ശേഷി നശിപ്പിക്കുക, ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി നശിപ്പിക്കുക, പ്രോക്സി ഭീകരസേനകൾക്ക് ആയുധവും പണവും നൽകുന്നത് നിർത്തുക. പക്ഷേ ഇസ്രയേലിന്റെ സമ്മർദ്ദം വഴങ്ങി അമേരിക്ക യുദ്ധം ആരംഭിച്ചപ്പോൾ ഇറാനിൽ ഭരണകൂട മാറ്റം വരുത്തുക, എണ്ണയുടെ നിയന്ത്രണം സ്വന്തമാക്കുക എന്നിവയായിരിക്കണം ശരിക്കുള്ള പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിൽ ആദ്യത്തേത് നടക്കില്ല എന്ന് മിക്കവാറും ഉറപ്പാണ്. അമേരിക്കയ്ക്ക് പോലും. മുജ്തബ അധികാരമേറ്റപ്പോൾ അത് കൂടുതൽ വ്യക്തമായി. തങ്ങൾ ടെഹ്റാനിൽ ബോംബ് വർഷം ആരംഭിച്ചയുടൻ തന്നെ ഇറാനിയൻ ജനത തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് US പ്രതീക്ഷിച്ചു കാണണം. പക്ഷെ അതുണ്ടായില്ല. യുദ്ധത്തിനു ശേഷം സർക്കാരിന് സ്വീകാര്യത കൂടിയതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ട്രംപിന്റെ വഴിവിട്ട ഒരു വാചകവും ഖമേനി ഭരണകൂടത്തിന് തുണയായിട്ടുണ്ട്. ഇറാനിലെ സർക്കാരിനെ നയിക്കുന്നയാളെ താൻ തിരഞ്ഞെടുക്കുമെന്ന ധ്വനിയുള്ള പ്രസ്താവന ഇറാനികൾക്ക് സഹിക്കില്ല. അത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർസ് കൂടുതൽ ശക്തിപ്പെടുത്തും. യുദ്ധം ജയിച്ചാലും എണ്ണയുടെ നിയന്ത്രണം അത്ര വേഗം കിട്ടില്ല. ഗൾഫിലെ നിരവധി വൻകിട എണ്ണ LNG കേന്ദ്രങ്ങൾ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടു. മാത്രമല്ല, ഹോർമുസ് കുഴിബോംബുകൾ പാകിയിട്ടിട്ടുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാൻ നിരവധി മാസങ്ങൾ വേണ്ടിവരികയും ചെയ്യും. 2024 നവംബറിലെ മിഡ് ടേം തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്ന ട്രംപിന് വെല്ലുവിളികൾ കൂടുകയാണ്. പെട്രോൾ വില വർധനയും ഫാക്ടറികളുടെ മെല്ലെപ്പോക്കും കാരണം അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ ഇടിവ് തട്ടിയിട്ടുണ്ട്. അതിനാൽ പരമോന്നത നേതാവിനെ നാം വധിച്ചു, ഇറാനാണ് അടുത്തത്, ദൗത്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് വിജയം പ്രഖ്യാപിച്ച് തടിയുരാൻ നോക്കിയ ട്രംപിനിപ്പോൾ നേരിയ രാഷ്ട്രീയ അവസരമുണ്ട്. പുതിയ നിർദ്ദേശം നടപ്പാക്കി അത് സ്വന്തം വിജയമായി അവതരിപ്പിക്കുക, ശേഷിക്കുന്ന ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വലിയ ആക്രമണം നടത്തി ആണവ ഭീഷണി എന്നേക്കുമായി ഇല്ലാതാക്കിയെന്ന് പ്രഖ്യാപിച്ച് തടി കാലിയാക്കുക എന്നിങ്ങനെ പോകുന്നു മറ്റു പോംവഴികൾ.